അതിനെ നമുക്ക് മാറ്റി വയ്ക്കണം. നിലത്ത് കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് യോഗ ചെയ്യാൻ പ്രത്യേകം, അതുപോലെ നമുക്ക് കിടക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ബയോ ജർമേനിയം മാട്രിക്സ്. അത് നമുക്ക് കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് നല്ലത്. കൂടുതൽ വെള്ളം കുടിക്കണം നമ്മൾ യോഗ ചെയ്യുന്നതിന് മുമ്പ്. യോഗ ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഒരു വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് കടിച്ചു തിന്നു. ചതക്കാരണത്തിൽ അടിച്ചു തിന്നു. ഒരു ചെറിയ അല്ലി അത് ദിവസം ചെയ്യുന്നത് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ ക്ലിയർ ആവാനും ബ്ലഡിലെ മാലിന്യങ്ങൾ പോകാനും BP നോർമൽ ആവാനൊക്കെ അത് നല്ലതാണ്. എല്ലാ ദിവസവും ചെയ്യുന്നത്. അതുപോലെ നമ്മൾ യോഗ ദിവസം മുടക്കാൻ പാടില്ല. എന്ത് വന്നാലും കുറച്ചെങ്കിലും ചെയ്യണം. ബ്രീത്തിങ് എക്സസൈസെങ്കിലും ചെയ്യാം. സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ ഗുണം കറക്റ്റ് ഉണ്ടാവുക. അത് ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതി ഓരോ ഭക്ഷണങ്ങളെ പറഞ്ഞിട്ടുള്ള അതിനുള്ള ദഹന വ്യവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഓരോ ജീവജാലങ്ങൾക്കുള്ളത്. അപ്പൊ പട്ടികൾക്കും പശുക്കൾക്കുള്ള ഭക്ഷണം വേറെയാ, മനുഷ്യർക്കുള്ള ഭക്ഷണം വേറെയാ. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് നമുക്കുള്ള ഭക്ഷണം കഴിക്കുക. പച്ചക്കറികളും പഴങ്ങളാണ് കൂടുതൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇതിൽ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കാമെന്ന് നമ്മൾ നിയമം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ എന്നാലും നമ്മൾ അതിൽ തെരഞ്ഞെടുപ്പ് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണം ആദ്യം കഴിക്കുക. അതായത് പച്ചക്കറികൾ ആദ്യം കഴിക്കുക. അപ്പോ പച്ചക്കറികൾ വേവിക്കാത്ത ഭക്ഷണങ്ങളൊന്നല്ല. അതിന് ശേഷം നമ്മൾ പയറുവർഗ്ഗങ്ങൾ കഴിക്കും. അതിന് ശേഷം വേണം ധാന്യങ്ങള്, കാർബോഹൈഡ്രേറ്റ്, അങ്ങനെയുള്ള മധുരം ഒക്കെ കഴിക്കാം. പഴങ്ങള് മെയിൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കും. അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ പാടില്ല. പിന്നെ ഏറ്റവും പ്രധാന കാര്യമുള്ളത് നേരത്തെ കിടന്നുറങ്ങും. അത് ഏറ്റവും പ്രാധാന്യമാണ്. നേരത്തെ കിടന്നുറങ്ങണം. എത്ര പണിയുണ്ടെങ്കിലും അതിന് മുമ്പ് കഴിച്ചു വെച്ച് നേരത്തെ കിടന്നുറങ്ങാമോ. നമുക്ക് അർദ്ധരാത്രിക്ക് 3 മണിക്കൂർ മുമ്പ് ഒരു യാമം, യാത്രയ്ക്ക് ശേഷം ഒരു യാമം 3 മണിക്കൂർ. അപ്പൊ രാത്രി 9 മണി തൊട്ട് 3 മണി വരെയാണ് ശരിക്കുള്ള സമയം ഉറങ്ങാനായി. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഈ TV മൊബൈലൊക്കെ വന്നപ്പോ നമ്മുടെ സമയത്തിലൊക്കെ കുറെ മാറ്റം വന്നു. ഇലക്ട്രിസിറ്റി വന്നപ്പോ അപ്പൊ ആ മാറ്റം വന്നതിനനുസരിച്ച് വേണമെങ്കിൽ 10 മണി തൊട്ട് 4 മണി വരെ മിനിമം 2 മണിക്കൂർ കൂടുതൽ ഉറങ്ങണമെന്നല്ലേ. 8 മണിക്കൂറാണ് ശരിക്കും. 8 മണിക്കൂർ ശരിക്കും മനുഷ്യന്റെ ഉറക്കം. എന്നാലും എല്ലാ കാര്യങ്ങളും റിപ്പയർ ചെയ്ത് വരുമ്പോ നമ്മുടെ ഉറക്കത്തിലാണ് റിപ്പയറിങ് കാര്യങ്ങളെല്ലാം നടക്കും. അപ്പൊ ആ റിപ്പയറിങ് നടക്കുന്ന സമയത്ത് നമ്മള് വേറെ പണികളൊന്നും ചെയ്യണ്ട. നമ്മുടെ ശരീരത്തിനും സ്വയം പണി ചെയ്യാനായിട്ടുള്ള സമയം അന്വേഷിക്കുക. ഓക്കെ കേട്ടോ. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങള് പിന്നെ പറയാം, ക്ലാസിന്റെ ഇടയിൽ പറയാം. നിവർന്നിരിക്കും. നമസ്കാരം മുദ്ര. ആദ്യം പ്രാർത്ഥന. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ഇടഗാത്രവും ആക്കി മാറ്റട്ടെ. ഓം സഹനാവതു സഹനൗ സഹവീര്യം കരവാഹേ തേജസ്വിനാവിധമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈ പിന്നിൽ വെക്കുക. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് മുട്ടില്ല. അനുഗ്രഹം വരില്ല. ശ്വാസം എടുത്തെന്ന് പറഞ്ഞ് വരിക, കൈ കൂട്ടിട്ട് കയ്യിലെ ചൂട് കണ്ണിന്റെ മുകളിൽ, കൈ മുഖത്തൊന്ന് തലോടിയിട്ട് പതുക്കെ കണ്ടു. ഇനി നമുക്ക് അനുലോമ വിലോമ 2 മൂക്കിലൂടെയും നന്നായി ശ്വാസം എടുക്കുക. മൂക്ക് അടയ്ക്കുക. ഇനി അടുത്ത മൂക്കിലൂടെ ശ്വാസം എടുക്കണം. 1 2 ശ്വാസം എടുക്കുക. 3 സാധാരണ ശ്വാസം എടുക്കുക. 4 5 6 7 8 7
6, 5, 4, 3, 2, 1. റെസ്റ്റ്. 2 മുഖിലും ശ്വാസം എടുക്കുക. 1, 2. പതുക്കെ ശ്വാസം. 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇനി നെക്ക് റൊട്ടേഷൻ. കഴുത്ത് തിരിക്കണം. 1. താടി കഴുത്ത് നോക്കുക. 2. തല പിന്നിട്ട്. 3, 4, 5, 6, 7, 8. റെസ്റ്റ്. സൈഡിൽ കൂടെ പിന്നിലേക്ക് നോക്കണം. 1, 2, 3, 4, 5, 6, 7, 8. ചെറിയ ഷോൾഡറിലും മുട്ടിക്കാൻ നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. താടി കഴുത്തിൽ മുട്ടിച്ചിട്ട് 10 റൗണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. തല പിന്നി മുട്ടിട്ട് 10 റൗണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. ഇനി ഫുൾ റൗണ്ട് ചെയ്യണം. കണ്ണ് തുറന്നു പിടിക്കണം കേട്ടോ. 1. ശ്വാസം വിടുക. 2. ശ്വാസം വിടുക. 3. ശ്വാസം വിടുക. 4, 5, 6, 7, 8. റെസ്റ്റ്. തിരിച്ച് റൗണ്ട് ചെയ്യണം. 1. ശ്വാസം വിടുക. 2. ശ്വാസം വിടുക. 3, 4, 5, 6, 7, 8. റെസ്റ്റ്. മതി. ഇനി നമുക്ക് വാമിങ് അപ്പ്. ഹൃദയമിടിപ്പൊക്കെ കൂട്ടിക്കൊണ്ടിരണം. ജോയിന്റുകളൊക്കെ നനക്കണം. കൈ നിർത്തി പിടിക്കുക. കൈന്റെ പേരിൽ മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കൈപ്പത്തി നിർത്തുക. 1. നീ താക്കുക. 2, 3, 4, 5, 6, 7, 8. അളവെല്ലുമ്പോ 4 പേരിൽ ഇങ്ങനെ മടക്കി പിടിക്കുക. റിസ്റ്റ് തിരിക്കണം. 1, 2, 3, 4, 5, 6, 7, 8. തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. കൈ മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. കൈപ്പത്തി പുറത്ത് തുറന്നു. അപ്പൊ കൈയുടെ മുട്ട് മുകളിലേക്ക് പൊന്തു. 1. ഇങ്ങനെ 2, 3, 4, 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. കൈ മടക്കി പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി തിരിച്ച്. 1, 2, 3, 4, 5, 6, 7, 8. കൈ നിർത്തി പിടിക്കുക. ചെറിയ വട്ടം വരയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. തിരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കാലിന് മുട്ടുമ്പോ കമത്തി വയ്ക്കുക. ഷോൾഡർ ബന്ധിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. മുകളിലേക്ക് എറിയുക. 1, 2, 3, 4, 5, 6, 7, 8. പിന്നിലേക്ക് തിരിയുക. 1, 2. കൈ ക്രോസ് ചെയ്ത് പിടിക്കണം. 3, 4. സ്ട്രെച്ചിങ് ആണ്. വലിച്ചില് കിട്ടാൻ വേണ്ടിട്ട്. 5, 6, 7, 8. 8, 7, 6, 5, 4, 3, 2, 1. ഇങ്ങനെ വലിയണം. അപ്പൊ ഈ സൈഡ് വലിയാൻ വേണ്ടിട്ടാ. പിന്നിലേക്ക് നോക്കി വയറ് മടങ്ങും ചെയ്യും. അപ്പൊ ശ്വാസം 2 ഭാഗത്ത്.
അപ്പൊ അരഭാഗത്തിന്റെ പേശികളൊക്കെ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാ. ഇനി കൈ ഇങ്ങനെ പിടിക്കാം. കൈന്റെ മുട്ടുമിലേക്ക് നോക്കിയിട്ട് പിന്നിലേക്ക് ചെയ്യണം. 6 ആയത് പാമ്പ് പോണം മാതിരി. 1 2 3 4 5 6 7 8 8 7 6 1 4 3 2 1 1 2 3 4 5 6 7 8 കൈ പിന്നിൽ വയ്ക്കുക. ശ്വാസം വിട്ട് നെറ്റി നിലത്ത് പിടിക്കുക. 1 2 ഇങ്ങനെ മടങ്ങുമ്പോ എപ്പോഴും കണ്ണ് തുറന്നു പിടിക്കണം കേട്ടോ. ഇങ്ങനെ ബ്ലഡ് തലയിലേക്ക് വരിക, കണ്ണിലേക്ക് വരിക. അപ്പൊ കണ്ണ് തുറന്നു പിടിക്കണം. 3 4 5 6 7 8 മതി. ഈ കാലിന് നിർത്തിയിരിക്കുക. കാലെന്ന് അനക്കുക. കാലിന്റെ പേരിലും മടങ്ങും. എല്ലാ പേരിലും 1 2 3 4 5 6 7 8. കാലിന്റെ പാദം മുമ്പിലേക്ക് നീങ്ങും. 1 2 3 4 5 6 7 8. കാലിന്റെ ഇരിക്കുക. 1 2 3 4 5 6 7 8. തിരിച്ചു 1 2 3 4 5 6 7 8. കാല് കുറച്ച് ഇറക്കിയേക്ക്. കാലൊന്ന് അനക്കുക. അങ്ങോട്ട് കുറച്ചുകൂടി ഇറക്കി. 2 തള്ളവരിൽ കണ്ടുപിടിക്കുക. 1 ചെറുവരിൽ കണ്ടുപിടിക്കുക. 2 3 4 5 6 7 8. ഈ കാല് നന്നായി ഇറക്കിയേക്കും. മാക്സിമം ഇറക്കിയേക്കും. കാലിന്റെ മുട്ട് മടങ്ങാൻ പാടില്ല. മുട്ട് മടങ്ങാണ്ട് കാല് ഇതാക്കുക. സ്ട്രെച്ചിങ് ഈ മസിലുകളൊക്കെ വലിയ കാണിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കാലിന്റെ തള്ള വരുമ്പോ തുറക്കണം. 1 ആദ്യം അടുത്ത ഭാഗത്ത് 2 3 4 5 6 7 8 8 7. 2 കഴിയുമ്പോൾ 6 5 4 3 2 1 1 2 3 4 5 6 7 8. ഇനി 2 കാര്യം ഒരുമിച്ച് തൊടുക. 1 2 3 4 5 6 7 8. ഈ ചക്രലാസന ചേർക്കണം. 1 2 3 4 5 6 7 8. റെസ്റ്റ്. തിരിച്ചു റൗണ്ട് ചെയ്യുക. കമ്പ് നടക്കണം കേട്ടോ. അങ്ങനെ 1 പിന്നിലേക്ക് മാറ്റാം. 2 3 4 5 6 7 8. റെസ്റ്റ്. വേറെ ഭാഗം തിരിയാൻ വേണ്ടി അതാണ് തിരിയണം. മതി. കാലെടുത്ത് ഇനി വേറെ കാര്യം മടക്കുക. 1 2 3 4 5 6 7 8. മടക്കിയേക്കും. 8 7 6 5 4 3 2 1. 2 കാലും മടക്കുക. 1 2 3 4 5 6 7 8. ഇനി അടക്കി എടുക്കുക. നെൽക്ക് എടുക്കുക. കാല് കുറച്ചടുത്തേക്ക് കൈമലർത്തി വയ്ക്കുക. കൈമലർത്തി വയ്ക്കുക. കണ്ണടച്ച് വയ്ക്കുക. ഈ കാലടിക്ക് എടുത്തിരിക്കുക. കൈയടിക്ക് എടുത്തിരിക്കുക. എനിക്കിരിക്കാൻ എടുക്കുക. 1 എനിക്കിരിക്കുക. കാല് ഒരു കൂട്ടി പിടിക്കുക. 2 എടുക്കുക. 3 കാല് കൂട്ടി പിടിക്കുക. 4 5 6 7 8 8 7 6 5 4 3 2 1. Rest. Relax. കാല് കുറച്ചടുത്തേക്ക്. കൈമലർത്തി വയ്ക്കണം കേട്ടാ. കണ്ണ ചിമ്മിക്കെടുക്കും. വീണ്ടും റിലാക്സ്. നീ കാലടിച്ച് കാലിങ്ങനെ മടക്കാം. മുമ്പിലേക്ക് ആകാം. ഇങ്ങനെ റോൾ ചെയ്യും. 2 3
4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. Rest. This side. 1. Random to million over. 2, 3, 4, 5, 6, 7, 8, 8, 7, 6, 5, 4, 3, 2, 1. Rest. കാലിൽ നിർത്തി കൈ നിർത്തി നമുക്ക് നിങ്ങൾ ചെയ്യുന്ന സ്ഥലം വേണം കേട്ടോ. നമുക്ക് ഇതേമാതിരി റോളിങ് ചെയ്യാനൊക്കെ സ്ഥലം വേണം. അത് കിടക്കാനും കിടന്ന് ചെയ്യാൻ പാടില്ല. നമ്മള് വേറെ ഒരു പ്രത്യേക സ്ഥലത്ത് ചെയ്യണം. കട്ടിലെ വെള്ളം ചെയ്യാൻ പാടില്ല. കാല് കുറച്ച് വെക്കുക, കൈ നിറച്ച് വെക്കുക. റിലാക്സ്. കാലനക്കുക, കാലടിച്ച് വയ്ക്കുക, കയ്യനക്കുക, കൈ പിന്നിട്ട് വയ്ക്കുക. കൈ പിന്നിട്ട് തള്ളുക, കാലടിക്കുക. കൈ തള്ളുവാനായിട്ട് സ്ഥലം വേണം കേട്ടോ. കൈ മുമ്പിലേക്ക് തന്നെ വയ്ക്കുക. നീ പലപ്പോഴും തിരിഞ്ഞ് കൈകുത്തി അനുസരിക്കുക. വലത്തെ ഭാഗത്തേക്ക് ചെരിയണം, കൈകുത്തി അനുസരിക്കണം. അപ്പൊ കൈ നീട്ടാനുള്ള സ്ഥലത്ത് വേണം. അതിനനുസരിച്ചുള്ള സ്ഥലത്ത് കിടന്നോളൂ കേട്ടോ. എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് കിടക്കുക നല്ലത്. കൈ മലർത്തി വയ്ക്കാൻ നിവർന്നിരിക്കുക. ഇനി നമുക്ക് നമ്മളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് നമ്മൾ സോറി പറയും. നമ്മൾ യൂണിവേഴ്സിനോട് ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് സോറി പറയും. അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയും. അപ്പോ ഹീലിംഗ് പ്രയർ എന്ന് പറയുന്നു. ഒപ്പളം ഹീലിംഗ് പ്രയർ. കണ്ണടക്കി 4 വാക്കാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. 55 പ്രാവശ്യം പറയണം. നിവർന്നിരിക്കുക. കണ്ണ് ചിമ്മിരുന്നോ. ഐ am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you.
I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. I am sorry, please forgive me, I love you, I thank you. കണ്ണ് ചിമ്മിരിക്കണം കേട്ടാ, കൈമലർത്തി വയ്ക്കുക. കാംനെസ്, കാംനെസ് ഇസ് റിയാലിറ്റി. നിശബ്ദതയാണ് യാഥാർത്ഥ്യം. മുഖത്തൊരു പുഞ്ചിരിയുടെ ആയിക്കോട്ടെ കേട്ടാ, മുഖത്തൊരു പുഞ്ചിരി, ഗൗരവം പാടില്ല. നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിലെ, നമ്മുടെ ആത്മാവിലെ അഴുക്കുകള്, പൊട്ടച്ചിന്തകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, പൊട്ട കൂട്ടുകെട്ടുകള്, അതെല്ലാം നമ്മളിൽ നിന്ന് അകന്നകന്നു പോവുക. നമ്മളിലെ പൊട്ട വികാരങ്ങള്, രോഗങ്ങള്, ഇതെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവുക. നമ്മളിൽ നിന്ന് ഇല്ലാണ്ട് പോവുക. നമ്മളിൽ നിന്ന് വിട്ടുപോവുക. ശരീരത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ആത്മാവിൽ നിന്ന് അഴുക്കുകള്, നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, പൊട്ട കൂട്ടുകെട്ടുകള്, പൊട്ട വികാരങ്ങള്, നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് പോവുക, ദൂരെ ദൂരേക്ക് പോവുക. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പുറത്തേക്ക് പോയപ്പോ അവിടെ സ്ഥലം വേക്കം കയറും. ശൂന്യത, എം ടി സ്പേസ്. ആ ശൂന്യതയിലേക്ക്, എം ടി സ്പേസിലേക്ക് നമ്മുടെ പ്രകൃതിയിൽ നടന്നു നിൽക്കുന്ന എല്ലാ പ്രകൃതി വന്നെന്നറിയണം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കൂട്ടുകെട്ടുകൾ, അതെല്ലാം നമ്മളിലേക്ക് നമ്മെ തേടിയെത്തുക, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലേക്ക് വരികയാണ്. പ്രകൃതിയിൽ നടന്നു നിൽക്കുന്ന നമ്മളെ വന്ന് പൊതിഞ്ഞു മൂടുക. എനർജി കൊണ്ട് നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് അറിഞ്ഞ് കവിയാൻ. നമ്മള് ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഓട്ടോമാറ്റിക് ശ്വാസം ഉള്ളിലേക്ക് വരുന്ന പുറത്തേക്ക് പോകണം. ശ്വാസം വിട്ടുമ്പോൾ നല്ലൊരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരിക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുള്ള അഴുക്കുകൾ അതിന്റെ ഒപ്പം പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് പറഞ്ഞുകൊണ്ട് വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. 1, 2, പതുക്കെ ശ്വാസം പുറത്തേക്ക് കളയും. 3, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 4, 5, 6,
ഇനി നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. 1, 2, 3, 4, 5, 6. നീ ബ്രെയിനിന്റെ ഭാഗത്ത് തലച്ചോറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുക. 1, 2, 3, 4, 5, 6. ഇനി നമ്മുടെ നട്ടലിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. എനർജി സെന്റർ, നമ്മുടെ ഊർജ കേന്ദ്രം. 1, ശ്വാസം എടുക്കുക. 2, 3, 4, 5, 6. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാം നല്ല ഉണർവിലേക്ക് വന്നു. നല്ലൊരു ദിവസം നമ്മൾ കണി കണ്ടുകൊണ്ടിരിക്കാൻ പോകാം. കൈയൊന്ന് കൊടുത്തിട്ടുണ്ട്, കൈ റബ്ബ് ചെയ്യാം, കണ്ണിന്റെ മുകളിൽ ഇരിക്കുക, കൈ ഒന്ന് തലോടി, ഒന്ന് തലോടിയിട്ട് പതുക്കെ കണ്ണ് തുറക്കും. തലോടിക്ക് പതുക്കെ താഴ്ത്തും. ഇനി കാലുകൾക്കേക്ക് ഇനി നമുക്ക് കുറച്ച് ആസനങ്ങൾ ചെയ്യാം. കുറച്ച് കാലൊന്ന് അകത്തുക. ഇനി കാല് മറക്കുക, കാലിന്റെ വെല്ല് മറക്കുക. 1, 2, 3. വെല്ല് മറക്കണം. 4, 5, 6, 7, 8. ഈ കാല് മറക്കുക, നിർത്തുക. അതിങ്ങനെ 1, 2 നിർത്തുക, 3 മറക്കുക, 4, 5, 6, 7, 8. ഇനി വലത്തെ കാല് മറക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി നമ്മൾ വലത്തെ കാലിൽ ഇങ്ങനെ മടക്കിയേക്കും. വലത്തെ കാലിൽ കിട്ടി ഇവിടെ നടുവില്ല. കയ്യെ കാലിന്റെ മുട്ടിന്റെ അവിടെ. ഈ ശ്വാസം എടുത്തിട്ട് കൈ പൊന്തിക്കുക. 1, കൈ മുകളിലേക്ക് തള്ളണം. 2, കൈ കാലിന്റെ വരുന്ന മുകളിൽ. അപ്പൊ മുട്ടുമുട്ടി നോക്കുക. നെറ്റി കാലുമ്പോ മുട്ടിക്കാൻ പറ്റില്ല, മുട്ടില്ല. ഞാനും ശ്വാസം എന്ന് പറയാം. 3, ശ്വാസം എടുത്തിട്ട് കൈ മുകളിലേക്ക് തള്ളുക. 4, കൈ നിലത്ത്. ഞാനും ശ്വാസം. 5, ശ്വാസം എടുത്തിട്ട് കൈ പൊന്തിക്കുക. 6, കാലിന്റെ മുട്ട് മടങ്ങാൻ പാടില്ല. നെറ്റി കാലുമ്പോ മുട്ടിക്കാൻ പറ്റുമോ? 7, 8. കാല് നിർത്തി. ഇനി ഇടത്തെ കാല് ഇങ്ങനെ മടക്കി വയ്ക്കുക. കൈ കാലിന്റെ മുട്ടിന്റെ 1, ശ്വാസം എടുത്തിട്ട് കൈ മുകളിലേക്ക് തള്ളണം. 2, കാലിന്റെ വരുമ്പോ പിടിക്കുക. കാലിന്റെ മുട്ടുമ്പോൾ നെറ്റി മുട്ടിക്കാൻ നോക്കുക. 3, 4. എല്ലാം പറ്റുമോ നോക്കിയാൽ മതി. പറ്റുന്ന അഡ്ജസ്റ്റ് ചെയ്യും. വലിയ റിസ്ക് ഒന്നും എടുക്കണം. 5, കൈ പൊന്നിക്കാൻ പറ്റില്ല. 6, കാലിന്റെ വരുന്നത് നെറ്റി കാലിന് മുട്ടിക്കാൻ പറ്റുന്നു. 7, 8. കാലിൽ നിർത്തി. ഇതിലൊക്കെ ആനുശ്വാസങ്ങൾ. നമുക്ക് ബേപ്പിംഗ് നോർമൽ മാർക്കത്തിന്. ഈ 2 കാലുകൾ നിർത്തുക. 10 മോത്താനാണ്. 2 കാലിന് മുട്ട് മടങ്ങാൻ പറ്റില്ല. 1, ശ്വാസം കൈ മുകളിലേക്ക് പൊന്തിക്കണം.
ടു ശ്വാസം എടുത്തിട്ട് കണ്ട് വെച്ചിട്ടുണ്ടോ പിടിച്ച് ഇത്ര പറ്റില്ലെങ്കിൽ ഇത്ര മതി. നെറ്റിന്ന് വെച്ചാൽ കിട്ടൂല. നെറ്റ് കാരണം ത്രീ ഫോർ ഉള്ള മത്സരം ഒന്നുമില്ല. അപ്പൊ നമുക്ക് പറ്റണം എടുത്തിതാണ് മതി. ഫൈവ് സിക്സ് ശ്വാസം എടുക്കാം. സെവൻ എയ്റ്റ് മതി. ഈ കൈ പുറകിൽ വയ്ക്കുക. പരമാവധി മതിക്കാൻ പിന്നീട്ട് നോക്കാം. പൂർവ്വത്താസം ആ കൈയിന്റെ കാലിന്റെ പെരുന്നാണ് നെൽസ് പിടിക്കണം. വൺ പരമാവധി മുകളിൽ ഒന്ന് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ പരമാവധി ഉണ്ടാവും. കാലിന്റെ പാദം നിൽക്കുന്നത് മാറി പതുക്കെ അടക്കി എടുക്കും. കാല് കുറച്ചാട്ടിരിക്കുക, കൈ കുറച്ചാട്ടി, കൈ മലർത്തിയായിരുന്നു. നിലത്ത് പോകാൻ പാടില്ല കേട്ടാ. കൈ ഷീറ്റിന്റെ ഉള്ളിൽ വരും. മതി. കാല എനിക്ക് അടുപ്പിച്ചേക്കുക, കൈ എനിക്ക് അടുപ്പിച്ചേക്കുക. ഈ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കും. താരാസനം. മണ്ണ് പറയുമ്പോൾ ശ്വാസം ഇങ്ങനെ ഇവിടെ എത്തുമ്പോ അവിടെ തിരിക്കുക. കൈ പിന്നിലേക്ക് തള്ളുക, കാലിലേക്ക് തള്ളുക. ടു ശ്വാസമില്ല. ത്രീ താരാസനം. ഫോർ ഇതിങ്ങനെ പിടിക്കും. ഫൈവ് ഇവിടെ എത്തുമ്പോ തിരിക്കുക, തലയുടെ വെക്കും തള്ള, പിന്നിലേക്ക് തള്ള, കാലിലേക്ക് തള്ള. സെവൻ സിക്സ് സെവൻ എയ്റ്റ് റെസ്റ്റ്. മതി. കൈ കാലിന്റെ കൂടെ കമ്പിക്കുക. ഇടത്ത കാല് മുട്ട് വളർന്നാണ് തോന്നിക്കുക. വൺ ടു ത്രീ ഫോർ. ഇനി വലത്തെ കാല്. വൺ ടു ത്രീ ഫോർ റെസ്റ്റ്. രണ്ട് കാലും തോന്നിക്കുക. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ. കാലിന്റെ പേരിലേക്ക് നോക്കാം. എയ്റ്റ് റെസ്റ്റ്. കൈന്റെ മുട്ട് വരെ വന്നിട്ട് കാലിന് വേണ്ടി നോക്കാം. വൺ കാലിന് വേണ്ടി നോക്കാം. ടു ത്രീ കാലിന് വേണ്ടി നോക്കാം. ഫോർ ഫൈവ് കാലിന് വേണ്ടി നോക്കണം കേട്ടോ. സിക്സ് സെവൻ എയ്റ്റ് റെസ്റ്റ്. ഇനി നമുക്ക് നവാസനം. കാലടി പതിക്കണം, ചെസ്റ്റ് പടി പതിക്കണം. വൺ ശ്വാസം എടുക്കുക, കൈ പിന്നിരിക്കുക. ടു പിന്നെ ഈ ഷേപ്പിൽ നിൽക്കണം. ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. ബാലൻസിങ് ചെയ്യാം. വൺ കൈ പിന്നിരിക്കുക. ടു കയ്യിലെല്ലാം ത്രീ ഫോർ മതി. ഇത് നമുക്ക് കണ്ടരാസം കാലിനെ മാറ്റി കാലിന്റെ പെട്ടിയുടെ കാലിന്റെ പെട്ടിയുടെ അരഭാഗം വന്നില്ല. താടി കഴിച്ചു. വൺ ടു താത്ത് ത്രീ അരഭാഗം വന്നിട്ട് ഫോർ കണ്ടരാസം. ഫൈവ് അരഭാഗം വന്നണം. സിക്സ് സെവൻ എയ്റ്റ് റെസ്റ്റ്. കാലിന് നിർത്തിയേക്കുക, കാലിന് നിർത്തിയേക്കുക. റെസ്റ്റ്, റിലാക്സ്. ബന്ധാസനം. വൺ കാല് മടക്കുക. ടു അരഭാഗം മുറിച്ച് കയ്യടി താന്ന് കൊടുക്കുക. കയ്യടി താന്ന് കൊടുക്കാം. താടി കഴുത്തിന് കൊടുക്കണം കേട്ടോ.
3, 4. Third one down. 5, അലുമടക്ക. 6, അനുഭാഗം പൊന്തിച്ചടി താന്നു കൊടുക്കും. 7, 8, റെസ്റ്റ്. പിന്നെ വലത്തോട്ട് കമിഴ്ന്നെടുക്കും. വലത്തോട്ട് കമിഴ്ന്നെടുക്കും. കൈ സൈഡിൽ വെക്കുക. ഓരോ കാലും മടക്കുക, നിർത്തുക. 1, 2, 3, 4, 5, 6, 7, 8. രണ്ട് കാലും മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8. കൈ കാലിന്റെ അടിയിലേക്ക്, രണ്ട് കാലും മുകളിലേക്ക് പൊന്തിക്കുക. തലഭാഗം. 1, 2. രണ്ട് കാലും മുകളിലേക്ക് പൊന്തിക്കണം. 3, 4, 5, 6, 7, 8. റെസ്റ്റ്. കൈ മുമ്പിൽ വെക്കുക. ഷോൾഡറിന്റെ ലെവൽ, ഭുജംഗാസനം. ഷോൾഡറിന്റെ ലെവലിൽ വെക്കുക. നെറ്റി വന്നിക്കുക, താടി വന്നിക്കുക, ചെസ്റ്റ് വന്നിക്കുക. മുകളിലേക്ക് നോക്കി ശ്വാസം എടുക്കുക. മുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കിയിട്ട് ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. 2, 3. മുകളിലേക്ക് നോക്കണം കേട്ടോ. മൂക്കി കൂടെ ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. 4, 5. മുകളിലേക്ക് നോക്കണം. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. 6, 7. മുകളിലേക്ക് നോക്കിയിട്ട് ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. ശ്വാസം എടുക്കുക, വിടുക. 8. റെസ്റ്റ്. കാല് കുറച്ചേക്കുക. കൈ മുമ്പിൽ താടി നോക്കിയേക്കുക. മകരാസനം. അടിവേറിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കണം കേട്ടോ. സ്വാധിഷ്ഠാന ചക്രം അവിടേക്ക് ശ്രദ്ധിക്കുക. സ്വാധിഷ്ഠാന ചക്രത്തിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കുക. നമുക്ക് 7 ചക്രങ്ങളാണ് ഉള്ളത്. നമ്മുടെ എനർജി സെന്ററുകളാണ് ചക്രങ്ങൾ എന്ന് പറയുന്നത്. അതിനെ താഴത്ത് മൂലാധാര ചക്രം, നട്ടലിന്റെ അടിഭാഗം. പിന്നെ അതിന്റെ അവിടെ നമ്മുടെ ലൈംഗിക അവയവത്തിന്റെ അവിടെ ആയിട്ട് സ്വാധിഷ്ഠാന ചക്രം. പൊക്കിൾ കൊടിയുടെ അവിടെ മണിപൂര ചക്രം. ഹൃദയത്തിന്റെ അവിടെ അനാഥ ചക്രം. കഴുത്തിന്റെ അവിടെ വിശുദ്ധി ചക്രം. നെറ്റിയുടെ സെന്ററിലെ ആജ്ഞാചക്രം. തലയുടെ മുകളില് സഹസ്രാര ചക്രം. അങ്ങനെ 7 ചക്രങ്ങള് ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനർജി ആയി, നമുക്ക് നല്ല ഉണ്ടാകും. കൈ കടിച്ചു വയ്ക്കുക. അടുത്ത കൈപ്പത്തിന് മുകളിൽ വലത്ത് കൈ തല സൈഡിലേക്ക് ചേർത്ത് തല സൈഡ് മാറ്റി വയ്ക്കുക. മകരാസനം. എടുത്ത് വയ്ക്കുക. കൈ എടുത്ത് വയ്ക്കുക. കൈ ഷോൾഡറിലാണ്. കൈ പിന്നിരിക്കണം. ശവാസനം. കാലിന്റെ ഇരിക്കുക. നെറ്റി നിലത്തിലിടുക. ഇപ്പൊ കണ്ണു തുറക്കും. നടുക്കടിച്ച് നിൽക്കുക. എനിക്ക് നിൽക്കണം. എനിക്ക് നിൽക്കണം കേട്ടോ. എനിക്ക് നിൽക്കുക. കാലടിച്ച് വയ്ക്കുക. കൈ അടിച്ച് വയ്ക്കുക. കൈ പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി ഇരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഇനി നിലത്തിരിക്കണം. നിലത്തിരിക്കുക. ഭ്രമണിയിരിക്കുക. കൈമലർത്തി വയ്ക്കാൻ നിവർന്നിരിക്കുക. നമ്മുടെ ശരീരത്തിൽ ശ്രദ്ധിക്കുക. കപാലഭാതി ചെയ്തിട്ട് കിടക്കാം. നമുക്ക് നിവർന്നിരിക്കണം. കപാലഭാതി പ്രാണായാമം. മൂക്കിവിടെ ഇങ്ങനെ ശ്വാസം വിടുക. അപ്പൊ വയറുള്ളിൽ പോകണം കേട്ടോ. 1 എന്ന് പറയുമ്പോ ശ്വാസം വിടുക. അപ്പൊ വയറുള്ളിൽ പോകണം. മുഖത്ത് ശ്രദ്ധിച്ചാൽ 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. പ്രാണായാമം ചെയ്യുമ്പോ കണ്ണടയ്ക്കണം. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. അടക്കടിക്കുക. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1. തലി തളർത്തില്ല, കൈ തളർത്തില്ല, ശരീരം തളർന്നു. ശരീരത്തിന്റെ ഭാരം ഭൂമിയിലേക്ക് അറിയിക്കുക.
ശരീരം തീരെ ഭാരം ഇല്ലാണ്ടൊക്കെ എടുക്കുക. ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഭൂമിയിലേക്ക് ഇറങ്ങിക്കുക. ശരീരത്തിന് തീരെ ഭാരമില്ല. ഈ ആൾക്കാരോ ഒന്നോ സ്വപ്നങ്ങൾ നമുക്ക് വേണം. നമുക്ക് നല്ല കാര്യം വേണം വിചാരിക്കാം. വേണം, എനിക്കത് വേണം, എനിക്കത് വേണം. ദൈവത്തിന്റെ സഹായം കൊണ്ട് മാതാപിതാക്കളെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് നേടിയെടുക്കാൻ പറ്റൂ. ആ വിചാരിച്ച കാര്യം നടന്നതായിട്ട് മനസ്സിൽ കാണാം. വിചാരിച്ച കാര്യം നടന്നു. വിചാരിച്ച കാര്യം നടന്നില്ല. ദൈവത്തിന് നന്ദി പറയാം. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും വീണ്ടും ഹൃദയം ശ്രദ്ധിക്കുക, ശ്വാസം ശ്രദ്ധിക്കുക, ശരീരം ശ്രദ്ധിക്കുക. കയ്യാനൊക്കെ അടുപ്പിച്ചിരിക്കുക, കാലൊക്കെ അടുപ്പിച്ചിരിക്കുക. കൈ തലടത്ത് ജീവിക്ക് തള്ള, കൈ ഇതിലേക്ക് തള്ള, താഴെ അടുപ്പിച്ച് തള്ള. കൈ മുമ്പിലേക്ക് തന്നെ വയ്ക്കുക. ഈ വലത്തോട്ട് ചെരിഞ്ഞ് വെക്കുക. ഒരു കൈ തലയുടെ അടിയിൽ വെച്ചത് പത്ത്. അതൊന്നും അടുത്ത് ഇപ്പോൾ ശാന്തമാണ്. പതുക്കെ കൈകുത്തിയിരിക്കുക, പതുക്കെ കൈകുത്തിയിരിക്കുക, കൈമലർത്തിയിരിക്കാന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ശരീരത്തിലൊന്ന് ശ്രദ്ധിക്കും. ഈ നന്ദി പറയണം. നമസ്കാരം മുദ്ര. പ്രകൃതിയിലെ ജീവചൈതന്യം നിറഞ്ഞ പ്രാണൻ എന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നിറഞ്ഞ് എന്റെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ദൂരീകരിച്ച് എന്റെ ശരീരം പരിശുദ്ധവും ദൃഢഗാത്രവും ആക്കി മാറ്റിയിരിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയണം. മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും നന്ദി പറയണം. അവന്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചത്. ഈ ഇന്നത്തെ ദിവസം മുഴുവൻ എല്ലാവരോടും നന്നായി പെരുമാറാനും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക. കൈ പിന്നിൽ വയ്ക്കുക, ശ്വാസം ഇട്ടിട്ട് നന്ദി പറയും. നേരം നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റില്ല, അതിന് നന്ദി പറയും. ശ്വാസത്തിന് പറഞ്ഞു വരിക, കൈ കൂട്ടിട്ട് ആ കയ്യിലെ ചൂട് കണ്ടില്ല മുകളിൽ. കൈ മുഖത്ത് എല്ലാവർക്കും ഒന്ന് അമർത്താം, എല്ലാവർക്കും അമർത്താം. നെറ്റി, കവിള്, താടി, ചെവിയുടെ അടിയില്, തലയുടെ പിന്നില്, കഴുത്തിന്റെ അവിടെ, തല മുകളില്. കൈ ഒന്നും കൂടി കൂട്ടി തരുക. കണ്ണിന്റെ മുകളിൽ വെക്കുക. കണ്ണ് തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക, തുറക്കുക, അടയ്ക്കുക. കണ്ണ് തുറക്കുക. എല്ലാവരോടും നന്ദി പറയാം. നമസ്തേ, നമസ്തേ, നമസ്തേ. ശുഭ സർവചരാചരങ്ങൾക്കും. അപ്പൊ നമുക്ക് നാളെയും മുടക്കില്ല കേട്ടോ, നാളെയും മുടക്കില്ല. അപ്പൊ നാളെയും എല്ലാവരും ജോയിൻ ചെയ്യുക ഈ സമയത്ത് തന്നെ. ഈ സമയത്ത് പറ്റിയില്ലെങ്കിൽ 7:15. നമുക്ക് 6:15-നും 7:15-നും 2 ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ നാളെയും നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം.